മോനെ, മക്കളെന്ന് പറയുന്നത് അമ്മമാർക്ക് അങ്ങനെയാ. ഒരു പ്രായം കഴിയുമ്പോ നിങ്ങളെ ആട്ടിയുറക്കിയ ഊഞ്ഞാല് മുറിന്ന് അഴിച്ചു മാറ്റില്ലേ? അത് മുറിന്ന് മാറ്റുന്നതേ ഉള്ളൂ. അത് അമ്മയുടെ മനസ്സിൽ നിന്നും അഴിച്ചു മാറ്റുന്നില്ല. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചന്ദ്രികാമ്മയ്ക്ക് മനസ്സിലാവും. നല്ലതേ വരും മോനെ. മോളെ, നിന്നെ എനിക്ക് ആ വീട്ടിൽ നിർത്താൻ പറ്റിയില്ല. എന്റെ അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എന്നെ ഇങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? മോളെ, എന്റെ മോനിപ്പോ ജോലിയോ പണമോ ഒന്നുമില്ല. പക്ഷേ മനസ്സുകൊണ്ട് എന്റെ മോൻ വലിയ പണക്കാരനാ. മുത്തശ്ശി വിഷമിക്കല്ലേ മുത്തശ്ശി. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു അമ്മയുള്ളപ്പോ ഞാൻ ഇങ്ങനെ പാവപ്പെട്ടവനാവും. ഞാൻ പണക്കാരനാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. ദാ, ഇതെന്തിനമ്മേ? ഇതിരിക്കട്ടെടാ. വീട്ടിലാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. വേണ്ടമ്മേ, പണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മോനെ, വേണ്ടാന്ന് പറയരുത്. അമ്മ സന്തോഷത്തോടെ തരുന്നതല്ലേ. ഇതുമായിട്ട് മടങ്ങിപ്പോയാ അമ്മയ്ക്ക് സങ്കടമാവും. അമ്മേ, ഞാനത് വാങ്ങിയതായിട്ട് കരുതി അമ്മ പൊക്കോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അധ്വാനം കൊണ്ട് കുറച്ചു നാൾ ഞാനൊന്ന് ജീവിക്കട്ടെ. അമ്മയ്ക്ക് വേറൊന്നും തോന്നരുത്. മോളെ, ഇല്ലമ്മേ, ജയന്റെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം.